ശ്ലോകം 1. രാജരാജമംഗലത്തെ ഈശ്വരവന്ദനം. നൃസിംഹയാദവാകാരം തേജോഭീത മയമഭയം രാജതേ നിതരാം രാജരാജമംഗലധാമനി. ലളിതമായ അർത്ഥം. രാജരാജമംഗലം എന്ന പുണ്യസ്ഥലത്ത് ക്ഷേത്രത്തിൽ നൃസിംഹമൂർത്തിയുടെയും യാദവനായ ശ്രീകൃഷ്ണന്റെയും രൂപത്തിൽ സദാ വിളങ്ങി നിൽക്കുന്ന, ഭയമില്ലാത്തവനും ഭക്തർക്ക് അഭയം നൽകുന്നവനുമായ ആ മഹാ തേജസ് എപ്പോഴും ശോഭിച്ചുകൊണ്ടിരിക്കുന്നു. ഗ്രന്ഥകാരൻ തന്റെ പ്രദേശത്തെ പ്രധാന ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെ വന്ദിച്ചുകൊണ്ട് പുസ്തകരചന ആരംഭിക്കുന്നു. ശ്ലോകം 2. പുണ്യക്ഷേത്രങ്ങളിലെ ചൈതന്യങ്ങളെ ആവാഹിക്കൽ. ശ്രീമത് കുണ്ടപുരേ വിരാജതി പരക്രോഡേ ച തേജ പരം നാവാനാം നിച ധാമനി യച്ച നിതരാം വല്ലീ വിഹാരാലയേ അശ്വത്ഥാഖ്യനികേതനേ ബിജപുരേ ശ്രീകേരളാധീശ്വരേ സംഭൂയ ഏതദുരു പ്രകാശവിഷയേ ചിത്തേ മമോജൃംഭതാം. ലളിതമായ അർത്ഥം. തൃക്കണ്ടിയൂർ, തൃപ്രങ്ങോട്, തിരുനാവായ, ആലത്തിയൂർ, കേരളേശ്വരം, മുല്ലപ്പിള്ളി എന്നീ പുണ്യസ്ഥലങ്ങളിലെ ക്ഷേത്രങ്ങളിൽ സദാ വിളങ്ങുന്ന പരമമായ ഏതു ചൈതന്യങ്ങളുണ്ടോ ആ മഹാപ്രകാശങ്ങളെല്ലാം ഒന്നുചേർന്ന് എന്റെ മനസ്സിൽ, ചിത്തത്തിൽ വലിയൊരു ജ്ഞാനപ്രകാശമായി എപ്പോഴും ഉണരേണമേ, ഉജ്ജ്വലിക്കണമേ. വാസ്തുശാസ്ത്രം പോലുള്ള വലിയൊരു ശാസ്ത്രവിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ബുദ്ധിക്ക് തെളിച്ചമുണ്ടാകാൻ വേണ്ടി വിവിധ പ്രശസ്ത ക്ഷേത്രങ്ങളിലെ ചൈതന്യങ്ങളെ ഗ്രന്ഥകാരൻ മനസ്സിലേക്ക് ധ്യാനിക്കുകയാണിവിടെ. വിഘ്ന നിവാരണത്തിനായി ഗണപതി വന്ദനം. ശ്രീമംഗളാസ്പദ സദാശ്രയ നീലകണ്ഠ പ്രേമ പ്രകർഷനിലയഃ സകലാഭിവന്ദ്യഃ ശ്രീമദ് ഗിരീന്ദ്രതനയാ തനയൂം ഘ്രിഭാജാം കാമപ്രദോജയതി മത്തമാതാങ്കാസ്യഃ. ലളിതമായ അർത്ഥം. എല്ലാ മംഗലങ്ങളുടെയും കേന്ദ്രവും സജ്ജനങ്ങൾക്ക് ആശ്രയവുമായ ശിവഭഗവാന്റെ നീലകണ്ഠന്റെ അത്യന്തം പ്രീതിക്കു പാത്രമായവനും എല്ലാവരാലും വന്ദിക്കപ്പെടുന്നവനും പാർവതീദേവിയുടെ ഗിരീന്ദ്രതനയ മകനും തന്നെ ആശ്രയിക്കുന്നവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരുന്നവനുമായ ആനമുഖനായ മാതാങ്കാസ്യൻ ഗണപതി ഭഗവാൻ സർവവിഘ്നങ്ങളും നീക്കി ജയിച്ചു വിളങ്ങുന്നു. ഗ്രന്ഥരചനയുടെ ലക്ഷ്യം. തദ്ദേവപാദകമല ഏക സമാശ്രയക്കോപ്യു ദ്യോതമാന ഗുരുവര്യ കൃപാഭിയോഗാത് വിദ്യാപരിശ്രമപരോ ബഹുധാർത്ഥബുദ്ധ്യ ഉദ്യോഗവാൻ ഭവതി ബാലവിബോധനായ. ലളിതമായ അർത്ഥം. മേൽപ്പറഞ്ഞ ദേവന്മാരുടെ പാദകമലങ്ങളെ മാത്രം ആശ്രയിക്കുന്നവനും ജ്ഞാനത്താൽ പ്രകാശിക്കുന്ന ശ്രേഷ്ഠനായ ഗുരുവിന്റെ കാരുണ്യം ലഭിച്ചവനും വിദ്യകൾ അഭ്യസിക്കാൻ എപ്പോഴും പരിശ്രമിക്കുന്നവനുമായ ഒരുവൻ ഗ്രന്ഥകാരൻ തന്നെ വിനയത്തോടെ വിശേഷിപ്പിക്കുന്നത്. ശാസ്ത്രത്തിന്റെ പലതരത്തിലുള്ള ആഴമേറിയ അർത്ഥങ്ങൾ മനസ്സിലാക്കി തുടക്കക്കാരായ വിദ്യാർത്ഥികൾക്ക് ബാലവിബോധനായ എളുപ്പത്തിൽ അറിവ് പകർന്നു നൽകാൻ വേണ്ടി ഈ ഗ്രന്ഥരചനയ്ക്ക് മുതിരുന്നു.